ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി താരങ്ങളെക്കുറിച്ച് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗോകുലം കേരള എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും ഉണ്ട്. എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനലിന് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. 100 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്, അതിലേക്കൊന്ന് എത്തിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി താരവും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനുമായിരുന്ന ജസൽ കാർണറെ റിലീസ് ചെയ്യാൻ ഇപ്പോൾ ബംഗളൂരു എഫ് സി തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ജസൽ കാർണറെ മാത്രമല്ല, മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്ന പോളിച്ചൻ നർസറിയും അവർ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. രണ്ടുപേരുടെയും കാര്യം നോക്കി കഴിഞ്ഞാൽ രണ്ടുപേരും കുറച്ച് വെറ്ററൻ താരങ്ങളാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ജസൽ കാർണർ ഏതാണ്ട് 30 വയസ്സിന് മുകളിലുള്ള താരമാണ്. പോളിച്ചൻ നർസറി 30-നോട് അടുക്കുന്നൊരു താരമാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളാണ്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ബംഗളൂരു എഫ് സിയുടെ ഒരു യുവനിരയാണ്. അവിടേക്ക് ഇവരെ ഇൻവോൾവ് ചെയ്യിക്കും അടുത്ത സീസണിൽ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അടുത്ത സീസൺ മുമ്പ് തന്നെ ഇവിടെ ഒഴിവാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതോടുകൂടി അവരുടെ ISL കരിയർ ഏതാണ്ടൊക്കെ എൻഡായെന്ന് വേണമെങ്കിൽ പറയാം. മിക്കവാറും ഏതെങ്കിലും ISL ടീം ഇവരെ എടുക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം വലിയ സംശയം തന്നെയാണ്. മിക്കവാറും ഐ ലീഗിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അബ്ദുൽ ലമാൻ എന്ന് പറയുന്ന ഉഗാണ്ടൻ താരത്തെ ഗോകുലം കേരള എഫ് സി സൈൻ ചെയ്യുമെന്ന്. എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അബ്ദുൽ ലമാനിനെ ഗോകുലം കേരള എഫ് സി സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ ഒരു ടീസ് അവരിട്ടുണ്ട്. നാളെ മിക്കവാറും അനൗൺസ് ചെയ്യത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ ടീസ് വന്നിട്ടുണ്ട്, ഉറപ്പാണ് അദ്ദേഹം തന്നെയാണ്, അബ്ദുൽ ലമാനാണ്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലിംഗ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഒന്നുകൂടി പറയാം. അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം യൂറോപ്പിലെ പല ടോപ്പ് ടയർ ലീഗിലും കളിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ അധികം മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ സ്റ്റാർട്ട് പോയി കഴിഞ്ഞാൽ അത്ര വലിയ സ്റ്റാർട്ടൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ടോപ്പ് ടയർ ലീഗുകളിൽ കളിച്ചു എന്നുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഐ ലീഗ് ക്ലബിന് ഒത്തൊരു താരം എന്ന് തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തെ പറയണം.